എല്ലാവർക്കും നമ്മുടെ KK വരുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഫിഞ്ച് വളർത്തുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളായിട്ട് വന്നത്. നമ്മുടെ ഫിഞ്ച് പെട്ടെന്ന് ചത്തുപോകുന്നതുണ്ട്. അതെന്തുകൊണ്ടാണ്, അതുപോലെ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്ന് പറ്റിയുള്ള വീഡിയോ ആകുമ്പോൾ ഈ ഫിഞ്ചസിനെയൊക്കെ കൂടുതലും വളർത്തി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ. കാരണം അതിനെ വളർത്താൻ നമുക്ക് കുറഞ്ഞൊരു സ്ഥലം മതി. അതുപോലെ തന്നെ ഓവർ ശല്യമൊന്നും ഇല്ലാത്തൊരു ബേർഡായതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബ്രീഡ് ചെയ്യിക്കാനും അതുപോലെ തന്നെ ഒരു കൗതുകത്തിനും അതുപോലെ ഒരു മനോഹരമായിട്ടൊക്കെ ആൾക്കാർ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആകുമ്പോൾ ഈ ബേഡ്സിനെ തുടക്കത്തിൽ വളർത്തി വരുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്തവരുണ്ടാകും, അറിയുന്നവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മുടെ ഫിഞ്ച് ചത്തു പോവുക, അതുപോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുള്ളൊരു വീഡിയോ ആണ്. ഒന്നാമത്, ഈ ഫിഞ്ച് നമ്മുടെ ബേഡ്സിൽ തന്നെ ഏറ്റവും പ്രതിരോധശേഷി കുറഞ്ഞൊരു ബേഡാണ്. അതുകൊണ്ട് ഇവർക്ക് അസുഖങ്ങൾ ഒക്കെ വേഗം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിഞ്ചിനെ വളർത്തുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ബേഡ് കൂടിയാണ്. മറ്റുള്ളതിനും പോലെയല്ല. എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാലും അത് മാറ്റിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല കെയർ ചെയ്യണം. ഇപ്പോൾ ഒരു ജോഡി ഫിഞ്ച് വിരിഞ്ഞ് അതിനൊരു 3 ചിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ അത് ഏകദേശം സെൽഫ് സീറ്റ് എടുക്കാൻ ഏകദേശം നമ്മുടെ കലത്തു നിന്നൊക്കെ നെസ്റ്റ് ഔട്ട് ആയതിനു ശേഷം ഒക്കെ ചത്തു പോവുക, പെട്ടെന്ന് ചത്തു പോവുക, അങ്ങനത്തെ കണ്ടുവരുന്നുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് തണുപ്പ് പിന്നെ അത്ര പറ്റില്ല. ചൂട് ഇവർക്ക് വിഷയമല്ല, ഇവരെത്രയും താവും. പക്ഷെ തണുപ്പ് പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവർ വേഗം ബേഡ് വീക്കായി ചത്തുപോകാറുണ്ട്. എന്നപ്പോൾ നമ്മൾ തണുപ്പ് ഇവരെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ്. അതിന് നമുക്ക് ഇവരെ കൂട് മറയ്ക്കുകയോ അല്ലെങ്കിൽ ഈ തണുപ്പുള്ള ടൈമിൽ നമുക്ക് ഇവർക്ക് ചെറിയൊരു ബൾബ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഫിഞ്ച് വേഗം ചത്തുപോകാനുള്ളത്. അതുപോലെ തന്നെ ഈ മക്കൾ ചത്തുപോകാനുള്ള കാരണവും അതുപോലെ തന്നെ. ഈ ഫിഞ്ച് നെസ്റ്റ് ഔട്ട് ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാലും തള്ള ഫീഡ് ചെയ്യും. അന്നപ്പോൾ ഈ കിളി, ഇതിൻ്റെ അമ്മക്കിളി പെട്ടെന്ന് തന്നെ അടുത്ത എഗ്ഗ് ഇടുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരെ സാധാരണ ഒരു പോട്ടിൽ നിന്നും കൊത്തി പുറത്തേക്ക് ഇടും. അന്നപ്പോൾ ഇവരെന്ത് ചെയ്യും, ഏതെങ്കിലും കമ്പുകളിലൊക്കെ നിന്നിങ്ങനെ ഇരുന്നിരുന്നാണ് ഇവർക്ക് തണുപ്പ് വന്നിട്ടാണ് ഇവർ പെട്ടെന്ന് ചത്തുപോകുന്നത്. അന്നപ്പോൾ ഇവരെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമ്മൾ വേറൊരു കുടം വെച്ച് അതിൽ ഒരു ചകിരി നാരൊക്കെ വെച്ച് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ അവർ കയറൊക്കെ കൊടുക്കും. അങ്ങനെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൾബ് ഇട്ട് കൊടുക്കാം. ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പ്രൊട്ടക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെൽഫ് ഹീറ്റ് എടുക്കുന്ന ബേഡാണെങ്കിൽ നമുക്കത് മാറ്റി വേറൊരു കേജിലേക്ക് ഇട്ട് നമുക്ക് ഇവർക്ക് ചൂട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇവർക്ക് ഈ ചൂട് ഇവർക്ക് എത്രയും താങ്ങാം, ഈ തണുപ്പ് ഇവർക്ക് തീരെ താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഏതൊരു ക്ലൈമറ്റിലും തണുപ്പടിക്കാതെ ഇവരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫിഞ്ച് ചത്തു പോകാറുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ വിഷയം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക.